നിത്യവും കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശിവഗീതാ പാഠം 8 സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായപ്പൻ എന്ന കൽക്കി രാമൻ. പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കുവാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും വേണ്ടി വന്നതാണ് ഞാന് കൽക്കി രാമനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് 18 വർഷമായി. ഇപ്പോഴാണ് ഞാനത് സത്യം പുറത്ത് പറയുന്നത്. നമ്മളിന്ന് ശിവഗീതയുടെ അവസാനത്തെ പാഠം പഠിക്കുകയാണ്. 8ാമത്തെ പാഠം. വിഷ്ണുഗീത ശിവഗീതയും കൂടെ 18 പാഠങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പിരിച്വൽ പിരമിഡിനെ കുറിച്ചാണ്. സ്പിരിച്വൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ ആത്മീയ സ്തംഭത്തെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ഞാൻ നേരത്തെ ഒന്ന് പഠിപ്പിച്ച വിഷയമാണ്. അത് ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രണ്ടാമത് ആ വിഷയം തന്നെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ചിത്രം നോക്കി ഇത് പഠിക്കാം. അപ്പൊ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരു ട്രയാങ്കിൾ കാണാം. അതൊരു സത്യത്തിലൊരു പിരമിഡാണ്. ഈ സ്പിരിച്വൽ പിരമിഡിൽ നമുക്കൊരു ട്രയാങ്കിൾ കാണാം. അതിനെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വിഷ്ണു, രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, മൂന്നാമത്തേന്ന് പറയുന്നത് ശിവ. അപ്പൊ ഈ മൊത്തത്തില് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന അതും വൈറ്റ് കളർ എല്ലാം പരബ്രഹ്മം അഥവാ ഭഗവാൻ നാരായണനാണ്. ഭഗവാൻ നാരായണനിലാണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 3 തരം മനുഷ്യരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഷ്ണു, ബ്രഹ്മ, മഹേശ്വരൻ എന്ന് പറയുന്ന പ്രപഞ്ചനാഥനായ പ്രപഞ്ചപിതാവായ നാരായണന്റെ 3 മൂർത്തികളാണ്. ഭഗവാൻ 3ആയിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഇതിനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്നും പറയുന്നത്. അപ്പം പ്രപഞ്ചനാഥനായ നാരായണൻ എപ്പോഴും 3ആയിട്ടേ ഇരിക്കത്തുള്ളൂ. 3 സ്വഭാവ ഗുണങ്ങളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് വിഷ്ണു ആണ്. എന്ന് പറഞ്ഞാല് പോസിറ്റീവ് എനർജി അഥവാ സാത്വിക ഗുണം. രണ്ടാമത്തെ ബ്രഹ്മാവ് എന്ന് പറയുന്ന രാജസ ഗുണമാണ്. ഇത് ഒരു ന്യൂട്രൽ എനർജിയാണ്. ഇതൊരു നിർഗുണ പരബ്രഹ്മമാണ് ഇതിലുള്ള മനുഷ്യര്. ശിവ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ്. ഇതിനെ താമസ ഗുണം എന്ന് പറയുന്നു. അപ്പൊ ഈ 3 തരം മനുഷ്യരാണ് ലോകത്തുള്ളത്. അല്ലാതെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നും പറഞ്ഞ ആരും എവിടെയും ഭൂമിയിൽ എവിടെയും ഒരു സ്ഥലത്തും ഇരിപ്പില്ല. ഒരു സ്വർഗത്തിലും ഒരൊറ്റ ഭഗവാനും ഇരിപ്പില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് അതൊരു സ്പേസ് ആണ്. ഇതിൽ എനർജിയാണ് പ്രവർത്തിക്കുന്നത്. 2 തരം എനർജി നമുക്ക് പ്രധാനമായും കാണാം. ഒന്ന് പോസിറ്റീവ് എനർജി, 2 നെഗറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ എനർജിയാണ്. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഭഗവാൻ ശിവന്റെ എനർജിയാണ്. അപ്പൊ 3 തരം മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. നമുക്കറിയാം, ഇപ്പൊ മനുഷ്യന്റെ ജാതി തിരിച്ചു കഴിഞ്ഞാല്, അതായത് ഫിസിക്കലി അല്ലെങ്കിൽ ബയോളജിക്കലി ആണ് പെണ്ണ് എന്ന് 2 ജാതിയുണ്ട്. എന്നാൽ അത് 3ാമതൊരെണ്ണം കൂടി ഉണ്ട്. ഹിജഡകൾ, അതായത് നപുംസകങ്ങൾ അഥവാ 2 കെട്ട ആളുകളായിട്ട് ഒരു കൂട്ടരുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സ്പിരിച്വലി അല്ലെങ്കിൽ ആത്മീയ നിലയിലെ ആത്മീയ ഗുണങ്ങളിൽ 3 തരം മനുഷ്യരുണ്ട്. പ്രധാനമായിട്ട് 2ആണുള്ളത്. ഒന്ന് വിഷ്ണുവും 2 ശിവനും, പോസിറ്റീവും നെഗറ്റീവും. പിന്നെ 3ാമതുള്ളതാണ് ബ്രഹ്മാവ്. അപ്പം ഭൂമിയില് വിഷ്ണു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈഷ്ണവർ എന്ന് പറയുന്നത് 33%, ശൈവർ എന്ന് പറയുന്നത് 33%. ബാക്കി വരുന്ന ആളുകൾ മുഴുവൻ ബ്രഹ്മാവ് അല്ലെങ്കിൽ ബ്രഹ്മരുടെ കൂട്ടത്തിലാണ്. ഇവരെ സാധാരണ മനുഷ്യരെന്നും പറയും. വിഷ്ണുവിനെ മാത്രം ആരാധിക്കുന്നവരെ നമ്മൾ ദേവന്മാരെന്ന് പറയും. ശിവനെ മാത്രം ആരാധിക്കുന്നവരെ നമ്മള് ശൈവർ അഥവാ അസുരന്മാരെന്ന് പറയും. പിന്നെ ബ്രഹ്മാവിനെ ആരാധിക്കുന്നവരെ സാധാരണ മനുഷ്യർ അഥവാ മാനവർ, ഇവരെ രാജസരെന്നും പറയും, ബ്രഹ്മർ എന്നും പറയാറുണ്ട്. പ്രപഞ്ചനാഥനായ ഭഗവാൻ നാരായണനെ നമ്മൾ പല പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. യഹോവ, മിശിഹ, വായ്ഗുരു, പരാശക്തി, പിതാവ്, നാരായണൻ, ഓംകാരം, പരബ്രഹ്മം, അങ്ങനെ പല പല പേരുകളിലാണ് ഭഗവാനെ വിളിക്കുന്നത്. പരമാത്മാവെന്ന് വിളിക്കുന്നു. അപ്പൊ ഭഗവാനാണ് 3 തരം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഭഗവാൻ തന്നെയാണ് ഈ 3 തരം മനുഷ്യർ. കാരണം ഈ 3 തരം മനുഷ്യർ ഈ ലോകത്തില്ലെങ്കിൽ ഈ ലോകത്തിന്റെ ബാലൻസ് നിലനിൽക്കുകയില്ല. അപ്പൊ വിഷ്ണു ഭഗവാനാണ് ശരിക്കും സൃഷ്ടി നടത്തുന്നത്. ഭഗവാന്റെ നാഭിയിലാണ് ബ്രഹ്മാവ് വന്നിരിക്കുന്നത്. ഭഗവാൻ അതുപോലെ നാരായണൻ ഭഗവാൻ സൃഷ്ടിച്ച 3ാമത്തെ മൂർത്തിയാണ് ഭഗവാൻ ശിവൻ. താമസമൂർത്തിയാണ്, സംഹാരമൂർത്തിയാണ്. ഭഗവാൻ നാരായണൻ എന്ത് സൃഷ്ടിക്കുന്നു അതിനെ സംഹരിക്കുക എന്നതാണ് ശിവഭഗവാന്റെ ലക്ഷ്യം. അപ്പം ഏറ്റവും 3ാമത്തെ കാറ്റഗറിയിൽ, അത് ഏറ്റവും ലോവർ ലെവലിലാണ് ശൈവർ വരുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നവർ വരുന്നത്. അപ്പൊ ഇവിടെ പണ്ട് ഈ ആരാധനകളൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം 12,000 വർഷമേ ആയുള്ളൂ. അതിനു മുമ്പ് ഇവിടെ ധാരാളം മനുഷ്യരുണ്ടായിരുന്നു, ആദിവാസികളായ മനുഷ്യര്. അവര് പ്രകൃതിയോടൊക്കെ ചേർന്ന് ജീവിക്കുന്നവരായിരുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും താഴത്തെ ആ ബ്ലൂ കളർ ഭാഗത്തേക്ക് നോക്കാം. അത് വാട്ടർ ആണ്, നാരമാണ്. നാരത്തിൽ നിന്നാണ് സകല ചരാചരങ്ങളും ജനിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം അതായത് നാരായണനിൽ നിന്നാണ് മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും എല്ലാം ജനിക്കുന്നത്. അപ്പം നാരത്തിൽ നിന്ന് ജനിച്ചതാണ് പി എന്ന് പറഞ്ഞ പ്ലാന്റ്സ്, എ എന്ന് പറഞ്ഞ ആനിമൽസ്,
അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യൻ ജനിച്ചു. ആദ്യം ജനിച്ച മനുഷ്യരാണ് ദളിത്സ് എന്ന് പറയുന്ന ആദിവാസികൾ, ഹരിജനങ്ങൾ എന്നൊക്കെ നമ്മൾ അവരെ പറയും. അപ്പൊ ഇവരാണ് അടിസ്ഥാന വർഗം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് അയ്യപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ദളിത്തിലുള്ളതാണ്, അടിസ്ഥാന വർഗത്തിലുള്ള ആളാണ്. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു അഭിമാനക്ഷതവുമില്ല. ഞാൻ വളരെ അഭിമാനത്തോട് പറയുന്നു, അദ്ദേഹം ദളിതനാണ്. അപ്പൊ ഈ ദളിതിൽ നിന്നാണ് അടുത്ത ശൈവരിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായ ആരാധനാ സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത് ശൈവിസമാണ്. ശൈവരുടെ ആരാധനാ സമ്പ്രദായങ്ങളാണ്. അതായത് പിന്നെ പ്രകൃതിയെ ആരാധിക്കുക, അതായത് മൃഗങ്ങളെയും പക്ഷികളെയും നദികളെയും മരങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന രീതികൾ ഉണ്ടായത് ഈ ദളിതിൽ നിന്നാണ്. ഈ 12,000 വർഷമായുള്ള ഈ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പൊ ആദ്യം ഉണ്ടായ ആരാധന എന്ന ശിവാരാധനയാണ്. അതിനുശേഷം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ബ്രഹ്മാരാധന. അപ്പം അവിടെ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. പിന്നീട് ഈ ശിവാരാധനയും ബ്രഹ്മാരാധന എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ സനാതന ധർമ്മം ഒക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന ആരാധനയാണ് വിഷ്ണു ആരാധന. വിഷ്ണു ആരാധന എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന ബോധതലമുള്ള മനുഷ്യരുടെ ആരാധനയാണ്. മൂല്യങ്ങളൊക്കെ അവര് കാത്തു സൂക്ഷിക്കുന്നവരാണ്. സത്യത്തിനും ധർമ്മത്തിനും ദാനം, പിന്നെ അഹിംസ, ഭക്തി, സ്നേഹം, ഇതിനൊക്കെയാണ് ഇവര് വില കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ 3 തരം മനുഷ്യരും 3 തരം ആരാധനകളും നിലവിൽ വന്നത്. ഇനി ഇതിനെ 3നെയും ഓവർടേക്ക് ചെയ്തിട്ടാണ് ഒരു വിഷ്ണു യോഗി. ഏറ്റവും മുകളിൽ റെഡ് കളറിൽ ബോക്സിൽ എഴുതിയിരിക്കുന്ന VY എന്നാണ്. VY എന്ന് പറഞ്ഞാൽ വിഷ്ണു യോഗിയാണ്. അപ്പം അതാണ് ഒരു വിഷ്ണു യോഗിയുടെ പൊസിഷൻ. അപ്പൊ ഈ ഭൂമിയില് ഈ ഒരേ ഒരു വിഷ്ണു യോഗി എന്ന് പറയുന്നത് ശീലായ്യപ്പൻ മാത്രമാണ്. അപ്പൊ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിനെല്ലാം തരണം ചെയ്തു. അതായത് ശൈവ ലെവല്, ബ്രഹ്മ ലെവല്, വിഷ്ണു ലെവല് എല്ലാം തരണം ചെയ്തിട്ടാണ് നാരായണന്റെ ലെവലിലേക്ക് നമ്മൾ പോയത്. നാരായണനെ അറിഞ്ഞത് നമ്മൾ അവിടെ ഏറ്റവും ഉയരത്തിൽ ചെന്ന് നിന്നെങ്കിൽ മാത്രം നമുക്ക് ഈ പ്രപഞ്ചത്തിലെ കാഴ്ചകളും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും നമുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു ജ്ഞാനം, ആത്മജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ, ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാല് നാരായണനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് കിട്ടണം, പ്രപഞ്ചത്തെ കുറിച്ച് മൊത്തമായിട്ടുള്ള ജ്ഞാനം നമുക്ക് കിട്ടണം. അപ്പോഴാണ് നമ്മളൊരു വിഷ്ണുയോഗി ആവുന്നത്. ഒരു വിഷ്ണുയോഗിയുടെ മുന്നില് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ തന്നെയാണ്. ഭഗവാൻ അല്ലാതെ മറ്റൊന്നും വിഷ്ണു യോഗിയുടെ മനസ്സിലില്ല. അവിടെ വലിയവനൊന്നും ചെറിയവനൊന്നും ഒന്നുമില്ല. പിന്നെ ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ 3 തലത്തിലാണ്. ഞാനിപ്പോ എത്ര ഈക്വൽ ആക്കാൻ ശ്രമിച്ചാലും തുല്യമാക്കാൻ ശ്രമിച്ചാലും ആരും ഇതൊന്നും അംഗീകരിക്കത്തില്ല. ഇത് 3 ഇരിക്കുള്ളൂ. ഇപ്പൊ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം കൂടെ നമുക്ക് ഒന്നാക്കാൻ പറ്റത്തില്ല. ദളിതരെ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ നോക്കി ആര് വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം ഇത് ഭഗവാൻ തന്നെ ഇതിനെ പല തട്ടുകളായിട്ട് മനുഷ്യരെ തിരിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെ തിരിച്ചില്ലെങ്കിൽ ഈ ലോകത്തിന്റെ ബാലൻസ് നിലനിൽക്കത്തില്ല. എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ബാക്കി പണികൾ ചെയ്യാൻ ആള് വേണ്ടേ? അപ്പൊ ഭൂമിയിലെ സകല പണികൾ, A to Z പണികൾ നടക്കണമെങ്കിൽ, കർമ്മങ്ങൾ നടക്കണമെങ്കിൽ എല്ലാ തരത്തിലുള്ള ആളുകൾ ഈ ലോകത്തിന് ആവശ്യമാണ്. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ അവരുടെ ബോധതലം വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ചാണ് ഈ ഡിവിഷൻസ് അല്ലെങ്കിൽ ഈ ഒരു വിഭജനം നടന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ സ്പിരിച്വൽ പിരമിഡിന്റെ അർത്ഥം. നന്ദി, നമസ്കാരം.